എനിക്ക് ഇതൊക്കെ അറിയാം നിഷ. ഞാൻ അത്ര ഇത് പഠിക്കാതെ അല്ലല്ലോ വന്നിരിക്കുന്നത്. എന്നെ എത്ര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ. ഞാൻ അത് വഴിയേ അറിഞ്ഞോളൂ. ഈ ഫെബ്രുവരി 29 നടന്ന ചടങ്ങിന് ശേഷം 2 മാസം എന്തുകൊണ്ടാണ് ലീഗ് കൊടുത്ത വീടിൽ ആരും താമസിക്കാത്തത് എന്നതിന് താങ്കൾക്ക് തൃപ്തികരമായ ഉത്തരം കിട്ടിയോ? അല്ല, ശ്രീ ഷിബു മീരാൻ പറഞ്ഞതായി എനിക്കറിയുള്ളൂ. അവരൊരുമിച്ച് തീരുമാനിച്ചതാണ്. ഞാൻ രമ്യയോട് ചോദിക്കാം. രമ്യ, ഈ ഫെബ്രുവരി 28 നിങ്ങൾക്ക് രേഖകളും എല്ലാം കിട്ടി, എന്നിട്ട് എന്തുകൊണ്ടാണ് താമസം മാറാതിരുന്നത്? അവിടെ പണികൾ ബാക്കി ഉണ്ടായിരുന്നുകൊണ്ടാണോ രമ്യ? പണികൾ ബാക്കി ഉണ്ടായിട്ടില്ല. നമുക്ക് കുട്ടിക്ക് 1 മാസം കൂടി ക്ലാസ് ഉണ്ടായിരുന്നു മാർച്ചിൽ. ആ ക്ലാസ്സും കൂടി കഴിഞ്ഞിട്ട് കൂടാന്നുള്ളൊരു തീരുമാനം. പിന്നെ മക്കളെ മാറ്റുന്നതും കുറച്ച് ദൂരത്താണ് നമ്മളെ സ്കൂളിൽ ഇരിക്കുന്നത്, ഈ വീടിൻ്റെ തൊട്ടടുത്തല്ല. അപ്പോൾ അങ്ങോട്ടേക്ക് പോക്ക് വരവ് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ താമസിക്കാൻ വഴുകിയത്. ഇപ്പോൾ കുട്ടികളെ സ്കൂൾ അടച്ചു, ഈ ഇലക്ഷൻ ബൻ്റെ ഭാഗമായിട്ട് അതുകൊണ്ടും കുറച്ച് ഇതായിട്ടാണ് ഞങ്ങളിപ്പോൾ ഒന്നിച്ച് ഞങ്ങളൊരു കൂട്ടായ്മയായിട്ട് തീരുമാനം എടുത്തതാണ് ഈ ഇന്ന് പരിപാടി വെച്ച് ഞങ്ങൾ കൂടിയത്. ശ്രീ അരുൺകുമാർ, ഇപ്പോൾ വ്യക്തമായോ? എന്ത് ചെയ്യും? ശ്രീ അരുൺകുമാർ, ഇപ്പോൾ വ്യക്തമായോ എന്തുകൊണ്ടാണ് അവർ താമസിക്കാൻ വരാൻ വൈകിയത്? നിരവധി അല്ല, എനിക്ക് വ്യക്തമായില്ല. എനിക്ക് കൃത്യമായി ധാരണയുണ്ട്. എനിക്ക് വ്യക്തമായില്ല. ഞാൻ ഒരു കൃത്യമായിട്ടുള്ള ധാരണയോടെ തന്നെ ഈ ചർച്ചയിൽ ഇരിക്കുന്നത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.